നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. സിറിയയിൽ രാസായുധം പ്രയോഗിച്ചെന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ദൂതൻ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. വിഷയത്തിൽ UN രക്ഷാസമിതിയിൽ ബ്രിട്ടൻ പ്രമേയം കൊണ്ടുവരും. സിറിയയ്ക്കെതിരെ എല്ലാ മാർഗങ്ങളും തേടണമെന്ന് ബ്രിട്ടൻ പ്രമേയത്തിൽ ആവശ്യപ്പെടും. രൂപയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യത്തകർച്ച. ഡോളറിന് 67 രൂപ 85 പൈസയിലേക്ക് പതിച്ചു. ഓഹരി വിപണിയിലും ഇടിവ്. സ്വർണ്ണവില പവന് 320 രൂപ കൂടി. സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ UPA സർക്കാർ രാജിവെക്കണമെന്ന് BJP. രാജ്യം സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുന്നുവെന്ന് CPM. ഉംറ വിസയിലെത്തിയവർ ഹജ്ജിന് തങ്ങരുതെന്ന് ഹജ്ജ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഹജ്ജ് രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നും ബഹ്റൈൻ ഹജ്ജ് മിഷൻ. ദേശീയ ഹജ്ജ് മാധ്യമ ബോധവൽക്കരണ ക്യാമ്പയിന് ഞായറാഴ്ച തുടക്കമാകും. കുവൈത്തിൽ പാർപ്പിട നിയമലംഘകർക്കെതിരെ നടപടികൾ കർശനമാക്കാൻ കുടിയേറ്റ വകുപ്പിന്റെ ശുപാർശ. പോലീസ് പരിശോധനയിൽ മലയാളികളടക്കം 53 പേർ പിടിയിൽ. മോഷണക്കേസ് ആരോപിക്കപ്പെട്ട് ദമാം ജയിലിൽ കഴിയുന്ന മലയാളി യുവതിയെ എംബസി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. നിരപരാധിയെന്ന് യുവതി. ബന്ധുക്കളിൽ നിന്ന് പരാതി ലഭിച്ചിട്ടില്ലെന്ന് എംബസി അധികൃതർ. നോർക്കയ്ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് ഭർത്താവ്. വിശദമായ വാർത്തയിലേക്ക്. സിറിയൻ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ബ്രിട്ടൻ പ്രമേയം കൊണ്ടുവരുന്നു. രാസായുധ പ്രയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയയ്ക്കെതിരെ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കണമെന്ന് ബ്രിട്ടൻ പ്രമേയത്തിൽ ആവശ്യപ്പെടും. സിറിയയിൽ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പ്രത്യേക ദൂതൻ ലഗ്ദർ ബ്രാഹ്മി സ്ഥിരീകരിച്ചു. സിറിയയെ ആക്രമിക്കുന്നതിന് അമേരിക്കയുടെ നേതൃത്വത്തിൽ സൈനിക നീക്കങ്ങൾ പുരോഗമിക്കുന്നതായാണ് റിപ്പോർട്ട്. സിറിയയിൽ രാസായുധം പ്രയോഗിച്ചതിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭാ പ്രതിനിധികളുടെ രണ്ടാംഘട്ട പരിശോധന പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് രാസപദാർത്ഥത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള സിറിയയിലെ ഐക്യരാഷ്ട്രസഭ പ്രത്യേക ദൂതൻ ലഗ്ദർ ബ്രാഹ്മിയുടെ പ്രസ്താവന. എന്നാൽ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ അനുമതിയില്ലാതെ സൈനിക നീക്കം പാടില്ലെന്നും ബ്രാഹ്മി കൂട്ടിച്ചേർത്തു. സിറിയയിൽ അസദ് ഭരണകൂടം രാസായുധം പ്രയോഗിച്ചെന്ന് ഉറപ്പായതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജോ ബൈഡനും പ്രതിരോധ സെക്രട്ടറി ചക് ഹെഗലും നേരത്തെ പ്രസ്താവിച്ചിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറണിന്റെ ഓഫീസും ഇക്കാര്യം ആവർത്തിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടൻ പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. പ്രമേയം രക്ഷാസമിതി പാസാക്കുന്നതോടെ സൈനിക നടപടി തുടങ്ങുമെന്നാണ് കരുതുന്നത്. രക്ഷാസമിതി അംഗങ്ങളായ റഷ്യയും ചൈനയും സൈനിക നടപടിയെ ശക്തമായി എതിർക്കുന്നു. എന്നാൽ സായുധ നീക്കത്തിന് ഐക്യരാഷ്ട്രസഭയുടെ അനുമതി ആവശ്യമില്ലെന്ന നിലപാടിലാണ് ഫ്രാൻസ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സിറിയയിലെ അമേരിക്കൻ ഇടപെടൽ പ്രദേശത്ത് വൻ നാശം വിതയ്ക്കുമെന്ന് ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖുമൈനി. വെടിമരുന്നിന് തീ കൊളുത്തുന്നത് പോലെയാണ് സിറിയയിലെ അവസ്ഥ. ആക്രമണമുണ്ടായാൽ പിന്നീടുണ്ടാവുന്ന കാര്യങ്ങളെപ്പറ്റി പ്രവചിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാശ്ചാത്യ ശക്തികൾ സിറിയയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതിനിടെയാണ് ഖുമൈനിയുടെ പ്രസ്താവന. സിറിയയിൽ അമേരിക്കൻ സേന ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റ് അമീർ ഉന്നതാധികാരികളുമായി ചർച്ച നടത്തി. കുവൈത്ത് ആഭ്യന്തര വിപണി അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ പര്യാപ്തമാണെന്ന് വാണിജ്യമന്ത്രി അറിയിച്ചു. ഇന്ന് കാലത്താണ് കുവൈത്ത് ഭരണാധികാരികൾ സേഫ് പാലസിൽ യോഗം ചേർന്ന് മേഖലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയത്. അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച നടന്നതായാണ് അറിയുന്നത്. കുവൈത്ത് അമീർ ഷേഖ് സബാ അൽ അഹമ്മദ് അൽ സബാഹ്, കിരീടാവകാശി ഷേഖ് നവാഫ് അഹമ്മദ് ജാബർ അൽ സബാഹ്, പ്രധാനമന്ത്രി ഷേഖ് ജാബർ മുബാറക് അഹമ്മദ് അൽ സബാഹ് എന്നിവരെ കൂടാതെ ആഭ്യന്തരമന്ത്രി ഷേഖ് മുഹമ്മദ് അൽ ഖാലിദും വിദേശകാര്യമന്ത്രി ഷേഖ് സബാ അൽ ഖാലിദും യോഗത്തിൽ പങ്കെടുത്തു. മേഖലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് എല്ലാവിധ മുൻകരുതലുകളും കൈക്കൊണ്ടതായി കുവൈത്ത് വാണിജ്യകാര്യമന്ത്രി അറിയിച്ചു. ഭക്ഷ്യമേഖലയിലടക്കം ആവശ്യമായ കരുതൽ ശേഖരം കുവൈത്തിന്റെ കൈവശമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം സിറിയൻ സംഘർഷം യുദ്ധത്തിന് വഴിമാറിയാൽ കുവൈത്തിൽ പച്ചക്കറികളടക്കം പല നിത്യോപയോഗ സാധനങ്ങൾക്കും ക്ഷാമവും വിലക്കയറ്റവും ഉണ്ടാകുമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സൂചിപ്പിക്കുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈത്ത്. സിറിയയിലെ ജനങ്ങളെ സഹായിക്കാൻ എല്ലാ അറബ് രാജ്യങ്ങളും മുന്നോട്ട് വരണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. കൈറോയിൽ നടക്കുന്ന അറബ് ലീഗ് പ്രതിനിധികളുടെ പ്രത്യേക യോഗത്തിലാണ് ഖത്തർ അംബാസിഡർ സൈഫ് മുഖദം അൽ ബുവാനൈൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ബഷാറുൽ അസദ് ഭരണകൂടം മാനുഷികതയുടെ എല്ലാ പരിധിയും ലംഘിച്ചുവെന്നും നിരപരാധികളായ സ്വന്തം ജനതയ്ക്കുമേൽ രാസായുധം പ്രയോഗിക്കുകയാണെന്നും കൈറോയിലെ ഖത്തർ അംബാസിഡർ സെയ്ഫ് അൽ മുഖദ്ദം അൽ ബുവാനൈൻ അഭിപ്രായപ്പെട്ടു. രാസായുധം ആഗോളതലത്തിൽ തന്നെ നിരോധിച്ചതാണെന്നും ഇതിനെതിരെ UN സുരക്ഷാ കൗൺസിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും അൽ ബുവാനൈൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായി ഖത്തർ സിറിയൻ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു വരികയാണെന്നും എന്നാൽ രാസായുധം പ്രയോഗിച്ചതിലൂടെ ബഷാർ ഭരണകൂടം ചുവപ്പ് രേഖ ലംഘിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയൻ വിഷയത്തിൽ മറ്റ് അറബ് രാജ്യങ്ങളുടെ നിലപാട് അറബ് ജനതയ്ക്ക് മനസ്സിലാകാൻ മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ചായിരുന്നു ചർച്ച നടന്നത്. യോഗത്തിനുശേഷം രാസായുധം ഉപയോഗിച്ചവർക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടപടി സ്വീകരിക്കണമെന്ന് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മീഡിയ 1 ഖത്തർ.
ഉംറ വിസയിലെത്തിയവർ ഹജ്ജിന് തങ്ങരുതെന്ന ഹജ്ജ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഉംറ തീർത്ഥാടകരുടെ വിസ നീട്ടിക്കിട്ടാൻ 200ഓളം ഉംറ സ്ഥാപനങ്ങൾ നൽകിയ അപേക്ഷ നിരസിച്ചുകൊണ്ടാണ് ഡെപ്യൂട്ടി ഹജ്ജ് മന്ത്രി ഹാദിം മുന്നറിയിപ്പ് നൽകിയത്. കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്ന ഉംറ തീർത്ഥാടകർ നിയമലംഘനത്തിലുള്ള ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരും. തീർത്ഥാടകരെ കൃത്യസമയത്ത് നാടുകളിലേക്ക് തിരിച്ചയക്കാത്ത കമ്പനികളുടെ ലൈസൻസ് മരവിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഹജ്ജ് രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് ബഹ്റൈൻ ഹജ്ജ് മിഷൻ. ഈ നിബന്ധന എല്ലാ ഹജ്ജ് ഗ്രൂപ്പുകളും പാലിക്കണമെന്ന് ബഹ്റൈൻ ഹജ്ജ് മിഷൻ ചെയർമാൻ ഷെയ്ഖ് അൽ ഖത്താർ പറഞ്ഞു. ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾക്കായി ഹജ്ജ് സീസണിനെ ഉപയോഗപ്പെടുത്തുന്നത് സൗദി അധികൃതർ കർശനമായി വിലക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 6ാമത് ദേശീയ ഹജ്ജ് ബോധവൽക്കരണ മാധ്യമ ക്യാമ്പയിൻ അടുത്ത ഞായറാഴ്ച ആരംഭിക്കും. മക്ക ഗവർണറേറ്റ് ആസ്ഥാനത്ത് മേഖലാ ഗവർണറും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അധ്യക്ഷനുമായ അമീർ ഖാലിദ് അൽ ഫൈസൽ ഉദ്ഘാടനം ചെയ്യും. ഇത്തവണ ഹജ്ജുമായി ബന്ധപ്പെട്ട് വകുപ്പുകളുമായി സഹകരിച്ച് ക്യാമ്പയിനുള്ള ഒരുക്കങ്ങൾ മക്ക ഗവർണറേറ്റ് നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹജ്ജിന്റെ ലക്ഷ്യവും ഉദ്ദേശവും ആളുകൾക്ക് ബോധ്യപ്പെടുത്തുക, തിക്കും തിരക്കും പൊതുസ്ഥലങ്ങളിലെ കിടത്തവും ഒഴിവാക്കുക, മതിയായ രേഖകളില്ലാതെ ഹജ്ജിനെത്തുന്നത് തടയുക എന്നിവയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. കുവൈത്തിൽ താമസ നിയമലംഘകർക്കെതിരെ ശിക്ഷാ നടപടികൾ കർശനമാക്കാൻ കുടിയേറ്റ വകുപ്പിന്റെ ശുപാർശ. പോലീസ് പരിശോധനയിൽ ഫർവാനിയയിൽ മലയാളികളടക്കം 53 വിദേശികൾ അറസ്റ്റിൽ. പാർപ്പിട മേഖലകളിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന ടാങ്കർ ലോറികൾക്ക് പിഴ ചുമത്തുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഖൈത്താൻ, മുബാറക്കിൽ കബീർ, ജഹ്റ മേഖലകളിൽ ടാങ്കർ ലോറികളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ പോലീസ് കണ്ടെത്തി. 620ഓളം ടാങ്കർ ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകി. പാർപ്പിട മേഖലകളിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ നിർത്തിയിടുക, റോഡപകടങ്ങൾക്ക് കാരണമാകും വിധം അമിതമായി വെള്ളം വഹിച്ചു കൊണ്ടുപോകുക തുടങ്ങിയ കാരണങ്ങൾക്കാണ് മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയത്. ടാങ്കർ ലോറികൾ കേന്ദ്രീകരിച്ച് പരിശോധന മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നും ഇതിനായി പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകിയതായും പോലീസ് വൃത്തങ്ങൾ സൂചന നൽകി. താമസ തൊഴിൽ നിയമലംഘകർക്കെതിരെയും പരിശോധനകൾ സജീവമാണ്. ഇന്നലെ ഫർവാനിയിൽ തെരച്ചിൽ നടത്തിയ പോലീസ് കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ച 53 പേരെ പിടികൂടി. അതേസമയം ഇഖാമ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് തങ്ങുന്നവർക്കുള്ള ശിക്ഷാ നടപടികൾ കടുത്തതാക്കണമെന്ന് കുടിയേറ്റ വകുപ്പ് നീതിന്യായ മന്ത്രാലയത്തോട് ശുപാർശ ചെയ്തു. ഇതിനായി ഇരുവകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. മീഡിയ 1 കുവൈത്ത്. മോഷണക്കേസ് ആരോപിച്ച് കുവൈത്തിൽ നിന്ന് ഇന്റർപോൾ അറസ്റ്റ് ചെയ്ത മലയാളി യുവതിയെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ജയിലിൽ സന്ദർശിച്ചു. സൗദി വിസ റദ്ദാക്കി കുവൈത്തിൽ ജോലിക്കെത്തിയ റഹ്മത്ത് നുസൈബ എന്ന യുവതിയെ നേരത്തെ ജോലിക്ക് നിന്ന വീട്ടിൽ നടന്ന മോഷണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ എംബസി DCM സിബി ജോർജിന്റെ നിർദ്ദേശപ്രകാരം അറ്റാഷെ ഇംദാദ് ആണ് ജയിലിലെത്തി നുസൈബയെ കണ്ടത്. താൻ നിരപരാധിയാണെന്ന വാദം നുസൈബ ആവർത്തിച്ചു. കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് DCM സിബി ജോർജ് പറഞ്ഞു. നുസൈബയുടെ അടുത്ത ബന്ധുക്കളാരും എംബസിയിൽ പരാതിപ്പെട്ടിട്ടില്ലെന്നാണ് എംബസി ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ നോർക്കയ്ക്കും മുഖ്യമന്ത്രിക്കും നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെന്ന് നുസൈബയുടെ ഭർത്താവ് സഫീർ ഖാൻ പറയുന്നു. തിരുവനന്തപുരം മഞ്ഞപ്പാറ സ്വദേശിയായ നുസൈബ വിവാഹശേഷം 2012 സൗദിയിലെ ജോലി മതിയാക്കി കുവൈത്തിലെത്തിയത്. കുവൈത്തിലെത്തിയ നുസൈബയെ ഇക്കഴിഞ്ഞ ജൂൺ 12 ഇന്റർപോൾ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നുസൈബ നേരത്തെ ജോലി ചെയ്തിരുന്ന വീട്ടിൽ നടന്ന മോഷണത്തെ തുടർന്ന് 3 തമിഴ്നാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ നൽകിയ മൊഴിപ്രകാരമാണ് നുസൈബയെ അറസ്റ്റ് ചെയ്തത്. കേസ് ഇപ്പോൾ ദമ്മാം ശരീഅത്ത് കോടതിയിലാണ്. സാമൂഹ്യ പ്രവർത്തകർ വീട്ടുടമയെ സമീപിച്ചെങ്കിലും 3 ലക്ഷം റിയാൽ നൽകിയാലേ കേസ് പിൻവലിക്കൂ എന്നാണ് അറിയിച്ചത്. സാജിദ് ആറാട്ടുപുഴ, മീഡിയ 1, ദമ്മാം. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സാക്ഷരതാ മിഷന്റെയും കീഴിൽ നടക്കുന്ന 10ാം തരം തുല്യതാ പഠന കോഴ്സിന്റെ ആദ്യ ബാച്ചിന്റെ പരീക്ഷ സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഗൾഫിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. രാവിലെ 8 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30 വരെയുമാണ് പരീക്ഷാ സമയം. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലെ പഠന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ പരീക്ഷാ കേന്ദ്രം മുസഫയിലെ മോഡൽ സ്കൂളാണ്. പുതിയ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 31 അവസാനിക്കും. 7ാം ക്ലാസ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ ആരംഭിച്ച വിസ ഓൺ അറൈവലിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം സന്ദർശിച്ചു. കേരളത്തിലെ വിനോദസഞ്ചാര വളർച്ചയ്ക്ക് ഏറെ പ്രയോജനകരമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഓഗസ്റ്റ് 15 കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ വിസ ഓൺ അറൈവൽ നിലവിൽ വന്നത്. ആഗസ്റ്റ് 15 കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആരംഭിച്ച ഓൺ അറൈവൽ വിസ പദ്ധതി വിലയിരുത്താൻ ടൂറിസം മന്ത്രി AP അനിൽകുമാർ, ആരോഗ്യമന്ത്രി VS ശിവകുമാർ എന്നിവരോടൊപ്പമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. കേരളത്തിലെ വിനോദസഞ്ചാര വളർച്ചയ്ക്ക് ഏറെ പ്രയോജനകരമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ടൂറിസത്തിന്റെ വികസന സാധ്യതയ്ക്ക് വളരെയധികം ഇത് പ്രയോജനം ചെയ്യും. ഇത് പരമാവധി ഇതിൻ്റെ പ്രയോജനമെടുക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.
ജപ്പാൻ, സിംഗപ്പൂർ, ഫിൻലാൻഡ്, ലക്സംബർഗ്, ന്യൂസിലാൻഡ്, ഫിലിപ്പൈൻസ്, കംബോഡിയ, ലാവീസ്, വിയറ്റ്നാം, മ്യാൻമർ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഓൺ അറൈവൽ വിസ പ്രയോജനപ്പെടുക. $60 അമേരിക്കൻ 30 ദിവസത്തെ കാലാവധിയാണ് വിസക്ക് അപേക്ഷിക്കുമ്പോൾ താമസ സൗകര്യം ഉറപ്പാക്കിയിട്ടുള്ള ഹോട്ടൽ രേഖയും മടക്കയാത്രയുടെ ടിക്കറ്റും ഹാജരാക്കണം. 2021 വിനോദസഞ്ചാരികളുടെ എണ്ണം 30 ലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് കഴിഞ്ഞ വർഷം 8 ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളാണ് കേരളത്തിലേക്ക് വന്നത്. നമ്മുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനകത്ത് ഈ 11 രാജ്യങ്ങളിൽ നിന്നുള്ള അറൈവൽസ് വളരെ കുറവാണ്. നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു പുതിയ ഏരിയയാണ് ഈ 11 രാജ്യങ്ങളും. മറ്റ് രാജ്യങ്ങൾക്കും വിസ ഓൺ അറൈവൽ ഏർപ്പെടുത്തും. 2 വിമാനത്താവളങ്ങളിൽ വിസ ഓൺ അറൈവൽ സംവിധാനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. മീഡിയ 1 തിരുവനന്തപുരം. കുവൈറ്റിലെ എത്യോപ്യൻ എംബസി അഭയകേന്ദ്രത്തിൽ 15 അന്തേവാസികൾക്ക് ക്ഷയരോഗം ബാധിച്ചതായ റിപ്പോർട്ട് എംബസി അധികൃതർ നിഷേധിച്ചു. അഭയകേന്ദ്രം പൂർണ്ണ ശുചിത്വം പാലിക്കുന്നുണ്ടെന്നും വിശാലമായ കെട്ടിടത്തിൽ 40ഓളം അന്തേവാസികൾ മാത്രമാണുള്ളതെന്നും എംബസിയുടെ വിശദീകരണം. ദിവസങ്ങൾക്ക് മുമ്പ് പ്രമുഖ അറബ് പത്രത്തിലാണ് എത്യോപ്യൻ എംബസി അഭയകേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വാർത്ത വന്നത്. 15 അന്തേവാസികൾക്ക് ക്ഷയരോഗബാധ സ്ഥിരീകരിച്ചെന്നായിരുന്നു വാർത്ത നിഷേധിച്ച കോൺസുലർ ഹലീമ മുഹമ്മദ് കേന്ദ്രത്തിലെ 43 അന്തേവാസികളിൽ ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമാക്കി. 6 മാസങ്ങൾക്ക് മുമ്പ് സ്വദേശി വീട്ടിൽ നിന്നും ഒളിച്ചോടിയെത്തിയ യുവതിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അവരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. തുടർന്ന് കേന്ദ്രം 2 മാസം അടച്ചിടുകയും അന്തേവാസികളെ പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മുഴുവൻ പേരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. 43 അന്തേവാസികൾ മാത്രമുള്ള അഭയകേന്ദ്രത്തിൽ 400ഓളം ആളുകൾ താമസിക്കുന്നതായി പറഞ്ഞതുതന്നെ വാർത്തയുടെ സാധുത നഷ്ടപ്പെടുത്തുന്നതായി അവർ കൂട്ടിച്ചേർത്തു. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ അഭയകേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നതായും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മീഡിയ 1 കുവൈറ്റ്. കുവൈത്തിൽ വന്യമൃഗങ്ങളെ വീടുകളിൽ വളർത്തുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടിക്കൊരുങ്ങുന്നു. ജീവികൾ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതായി പരാതി ലഭിച്ചതോടെയാണ് ഇതിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. മൃഗങ്ങളെ പിടിച്ചെടുക്കാനും വളർത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാനും മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. കാർഷിക വികസന മന്ത്രാലയവുമായി സഹകരിച്ച് സംശയമുള്ള കേന്ദ്രങ്ങളിൽ തിരച്ചിൽ നടത്തുമെന്നാണ് അറിയുന്നത്. അയൽപ്പക്കത്ത് വളർത്തിയിരുന്ന മുതലേ കുവൈറ്റ് സ്വദേശി വെടിവെച്ചു കൊന്നത് കഴിഞ്ഞ ആഴ്ച അറബ് പത്രങ്ങളിൽ വാർത്തയായിരുന്നു. UAEയിൽ വ്യാപകമായി സൈബർ ആക്രമണങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട്. വ്യാജ സന്ദേശങ്ങൾ അയക്കുകയും സൈറ്റ് ഹാക്ക് ചെയ്യലുമാണ് പ്രധാനമായും നടക്കുന്നത്. ദുബായിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ഇതര ലോകരാജ്യങ്ങളെപ്പോലെ UAEയിലും സൈബർ ആക്രമണങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെബ്സൈറ്റ് ഹാക്കിംഗ് മുതൽ ഓൺലൈൻ വഴിയുള്ള സെക്സ് ബ്ലാക്ക്മെയിൽ വരെ ഇതിന്റെ ഭാഗമായി വ്യാപകമായി നടക്കുന്നുണ്ട്. പ്രമുഖ കമ്പനികളുടെ വരെ വെബ്സൈറ്റുകളും മെയിലുകളും ഹാക്ക് ചെയ്യുന്ന നിരവധി പരാതികളാണ് ചുരുങ്ങിയ ദിവസങ്ങളിലായി ദുബായ് പോലീസിന് ലഭിച്ചത്. ഹാക്ക് ചെയ്യാം, സൈറ്റുകൾ ഹാക്ക് ചെയ്യാം, ഇമെയിൽ ചോർത്തുക എന്നുള്ളതൊരു വലിയൊരു ട്രെൻഡായിരുന്നു. ഇപ്പോൾ UAEയിലും ദുബായിലൊക്കെ അടക്കം തന്നെ ഡെയിലി ദിനംപ്രതി ഓരോ സൈറ്റുകൾ ഹാക്ക് ചെയ്യുന്നതിൻ്റെയും ഇമെയിൽ ഹാക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഉള്ള കുറേ അനുഭവങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ ഒരു 4-5 സെർവറുകൾ മാനേജ് ചെയ്യുന്നതാണ്. എനിക്കുണ്ടായ 2-3 അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ തന്നെ ഒരു വലിയൊരു കമ്പനിയുടെ അവരുടെ ഇമെയിൽ ID ആരോ ഹാക്ക് ചെയ്തു. ഇമെയിൽ ID ഹാക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് മെയിലുകൾ പോകും. അതായത് പണം ട്രാൻസ്ഫർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായ എല്ലാ തെളിവുകളടക്കമാണ് ഒരു ഇതയക്കുന്നത്. ഫേസ്ബുക്ക്, സ്കൈപ്പ് തുടങ്ങി സോഷ്യൽ നെറ്റ്വർക്കുകൾ വഴി വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നതിലൂടെയാണ് ഹാക്കർമാർ പ്രധാനമായും വിവരങ്ങൾ ചോർത്തുന്നത്. വ്യാജ ലിങ്കുകളിലൂടെയും നെറ്റ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തുന്നത് വ്യാപകമാണ്. അന്യരാജ്യങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന സൈബർ ആക്രമണങ്ങളുടെ അളവ് ഏറെ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ. അയാൾ ചിലപ്പോൾ പാസ്വേഡ് ആയിട്ട് കൊടുക്കും, ചിലപ്പോൾ അയാളുടെ കുട്ടികളുടെ പേര് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാക്കർക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന പല സംഗതികളും ഒരു വളരെ ലൂസായിട്ടുള്ള 1 2 3 4 പാസ്വേഡ് കൊടുക്കുന്നതാണ്. ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഹാക്കർമാർ ചെയ്യുന്ന കുറേ സ്ക്രിപ്റ്റുകളുണ്ട്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക് റൺ ചെയ്യുമ്പോൾ ഗസ് ചെയ്യാൻ സാധ്യതയുള്ള കുറേ പാസ്വേഡ് അവർ പിടിക്കും. ഒരു സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു പാസ്വേഡ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഇൻജക്ട് ചെയ്യാൻ പറ്റും. പുതിയ വൈറസുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ വിവിധോദ്ദേശമുള്ളവരാണ് കൂടുതലും. ഇന്റർനെറ്റ് ഉപയോഗത്തിനെതിരെ ശക്തമായ നടപടികളാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവിഷ്കരിച്ചു വരുന്നത്. സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നവരും മറ്റും വ്യാജന്മാരെ തിരിച്ചറിയാൻ കടുത്ത ജാഗ്രത പാലിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ആക്രമണങ്ങൾ തടയാൻ കഴിയുകയുള്ളൂ. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.
എക്സ്പോ 2020 ദുബായ് തന്നെ വേദിയാകുമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ. ദുബായ്ക്ക് എളുപ്പത്തിൽ അവസരം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. എക്സ്പോയുടെ വേദി എവിടെയായിരിക്കണം എന്നത് സംബന്ധിച്ചൊരു വോട്ടെടുപ്പ് നടക്കാൻ ഇനി 100 നാളുകൾ മാത്രമാണ് ബാക്കി. ബ്രസീൽ, റഷ്യ, തുർക്കി എന്നിവിടങ്ങളിലെ നഗരങ്ങളാണ് ദുബായ്ക്കൊപ്പം മത്സരരംഗത്തുള്ളത്. വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളും എണ്ണമറ്റ വേദികളും ദുബായിയുടെ സാധ്യത വർദ്ധിപ്പിച്ചതാണ് ആഗോള മാധ്യമങ്ങളുടെ വിലയിരുത്തൽ.